പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ, കർത്താവേ, വേഗം വരണമേ. ആമേൻ. പ്രിയ ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22 മുതൽ 25 വരെയുള്ള അധ്യായ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ വിചിന്തനം ചെയ്യുക. ഇതിലെ പ്രധാന പ്രമേയം പൗലോസ്ലീഹായുടെ തടവും സാക്ഷ്യവുമാണ്. ജെറുസലേമിൽ വെച്ച് പിടിക്കപ്പെടുന്ന പൗലോസ്ലീഹ വിവിധ ഭരണാധികാരികളുടെ മുന്നിൽ തൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. തടവറയിലും സുവിശേഷത്തിന് തടസ്സമില്ലെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. അധ്യായം 22. തടവിലായ പൗലോസ്ലീഹ ജെറുസലേമിലെ ജനക്കൂട്ടത്തിന് മുൻപാകെ തൻ്റെ മാനസാന്തരത്തിൻ്റെ സാക്ഷ്യം വിവരിക്കുന്നതാണ് 22-ാം അധ്യായം. ക്രൂരനായ പീഡകനിൽ നിന്ന് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി മാറിയ തൻ്റെ ജീവിത കഥയിലൂടെ ദൈവകൃപയുടെ വലിയ ശക്തി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു. ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിയ നിമിഷം പൗലോസിന്റെ ജീവിതത്തിന്റെ ദിശ എന്നേക്കുമായി മാറ്റിമറിച്ചു. താൻ വെറുത്തിരുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തത് എപ്രകാരമെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. പുറജാതികളിലേക്ക് സുവിശേഷം എത്തിക്കാനുള്ള ദൈവവിളി കേട്ടപ്പോൾ ജനക്കൂട്ടം വീണ്ടും പ്രകോപിതരാകുന്നതും നാം കാണുന്നു. സത്യത്തിന് സാക്ഷി നൽകാൻ പൗലോസ് കാണിച്ച ആ ധീരത വിശ്വാസികളായ നാം ഓരോരുത്തർക്കും വലിയ മാതൃകയാണ്. നമ്മുടെ ഭൂതകാലം എത്ര മോശമാണെങ്കിലും ദൈവത്തിന് നമ്മെ വിശദീകരിക്കാൻ സാധിക്കുമെന്ന് ഈ അധ്യായഭാഗം, ഈ 22-ാം അധ്യായഭാഗം ഓർമ്മിപ്പിക്കുന്നു. പ്രതിസന്ധികളിലും തൻ്റെ റോമൻ പൗരത്വം ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനുള്ള പുതിയ വഴികൾ അദ്ദേഹം കണ്ടെത്തുന്നു. അടുത്ത അധ്യായം 23 യഹൂദ പ്രമാണികളുടെ സംഘമായ സൻഹദ്രീന് മുൻപാകെ പൗലോസ്ലീഹ വിചാരണ ചെയ്യപ്പെടുന്നതാണ് 23-ാം അധ്യായത്തിന്റെ ഇതിവൃത്തം. ഉയർപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് തന്ത്രപരമായി സദസ്യരുടെ ഇടയിൽ സംവാദം ഉണർത്തുന്നു. ആ രാത്രിയിൽ കർത്താവ് പൗലോസിനെ പ്രത്യക്ഷപ്പെട്ട് ധൈര്യമായിരിക്കുക, നീ റോമിലും എനിക്ക് സാക്ഷ്യം നൽകണം എന്ന് അരുളി ചെയ്യുന്നത് വലിയ ആശ്വാസമാകുന്നു. പൗലോസിനെ വധിക്കാൻ 40ഓളം പേർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെങ്കിലും ദൈവം തന്റെ ദാസനെ അത്ഭുതകരമായി രക്ഷിക്കുന്നു. പൗലോസിന്റെ സഹോദരി പുത്രൻ വഴി ഈ വിവരം പുറത്തറിയുകയും സൈന്യാധിപൻ അദ്ദേഹത്തെ സുരക്ഷിതമായി കേസറിയയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. മനുഷ്യന്റെ പദ്ധതികളെക്കാൾ ദൈവത്തിന്റെ പദ്ധതികളാണ് അന്തിമമായി വിജയിക്കുന്നതെന്ന് ഈ 23-ാം അധ്യായം തെളിയിക്കുന്നു. നമ്മെ ദ്രോഹിക്കാൻ ശത്രുക്കൾ ഒരുങ്ങുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ കാത്തു പരിപാലിക്കും എന്ന് തിരിച്ചറിയാം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഭയമില്ലാതെ മുന്നേറാൻ ഈ 23-ാം അധ്യായ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അധ്യായം 24. ഫെലിക്സ് ഗവർണറുടെ മുൻപാകെ പൗലോസ്ലീഹ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതും തന്റെ വിശ്വാസം ഏറ്റുപറയുന്നതുമാണ് 24-ാം അധ്യായം. യഹൂദർ അദ്ദേഹത്തിന്മേൽ കള്ളാരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും പൗലോസ് ശാന്തതയോടെയും വ്യക്തതയോടെയും മറുപടി നൽകുന്നു. നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വിധിയെക്കുറിച്ചും അദ്ദേഹം ഗവർണറോട് ധീരമായി സംസാരിക്കുന്നു. പൗലോസിന്റെ വാക്കുകൾ കേട്ട് ഫെലിക്സ് ഭയപ്പെട്ടുവെങ്കിലും ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിച്ച് അദ്ദേഹം പൗലോസിനെ തടവിൽ തന്നെ നിലനിർത്തി. 2 വർഷത്തോളം തടവിൽ കഴിഞ്ഞിട്ടും പൗലോസ് തന്റെ വിശ്വാസത്തിൽ അചഞ്ചലനായി ഉറച്ചു നിന്നു. സത്യം പ്രസംഗിക്കുന്നവൻ ലോകത്തിന്റെ കണ്ണിൽ കുറ്റക്കാരനാകുമെങ്കിലും ദൈവത്തിന്റെ മുൻപിൽ നീതിമാനാണ് എപ്പോഴും. അവസരങ്ങൾ അനുകൂലമല്ലാത്തപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷി നൽകാൻ നാം ഓരോരുത്തരും സന്നദ്ധരായിരിക്കണം. ദൈവഹിതത്തിന് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള വലിയ പാഠം ഈ അധ്യായം നമുക്കും നൽകുന്നു. അധ്യായം 25.
പുതിയ ഗവർണറായ ഫെസ്തൂസിന്റെ മുൻപിൽ പൗലോസ് വീണ്ടും വിചാരണ ചെയ്യപ്പെടുന്നതാണ് 25-ാം അധ്യായം വിവരിക്കുന്നത്. യഹൂദർ അദ്ദേഹത്തെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി വഴിയിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫെസ്തൂസ് അത് അനുവദിച്ചില്ല. നീതി ലഭിക്കില്ലെന്ന് കണ്ടപ്പോൾ പൗലോസ് റോമിലെ ചക്രവർത്തിയായ സീസറുടെ മുൻപിൽ തന്റെ കേസ് അവതരിപ്പിക്കുന്നു. ഇതിലൂടെ സുവിശേഷം റോമിലേക്ക് എത്തിക്കാനുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി പൂർത്തിയാകാൻ വഴിയൊരുങ്ങുന്നു. അഗ്രിപ്പ രാജാവിന്റെ മുൻപിലും തന്റെ സാക്ഷ്യം നൽകാൻ പൗലോസിന് അവസരം ലഭിക്കുന്നത് ദൈവത്തിന്റെ മനോഹരമായ കരുതലാണ്. അധികാരങ്ങൾക്കും നിയമങ്ങൾക്കും മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ടെന്ന് ഈ അധ്യായവും നമുക്ക് കാണിച്ചു തരുന്നു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴും പൗലോസ് ആത്മീയമായി പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ദൈവം ഏതൊക്കെ വഴികളിലൂടെയാണ് നമ്മെ ഇന്നും നയിക്കുന്നതെന്ന് ഈ ഭാഗം ചിന്തിപ്പിക്കട്ടെ. കർത്താവായ യേശുവിന്റെ ജീവിതം നമുക്ക് വെളിപ്പെടുത്തി തന്നത് സഹനത്തിലൂടെയുള്ള വിജയമാണ്. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹായുടെ ഈ തടവും വിചാരണകളും ക്രിസ്തുവിന്റെ കുരിശുയാത്രയുടെ തുടർച്ചയാണ്. നിങ്ങളും ഞാനും ഇതേ വിശ്വാസത്തിന്റെ പങ്കുകാരാണെന്നും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണെന്നും തിരിച്ചറിയുക. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി നാം ആത്മീയമായി എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണവും ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള മനോഹരമായ പുതിയ ഒരു അവസരം കൂടിയാണ്. ആത്മീയ ജാഗ്രതയോടെ ജീവിച്ച് അവിടുത്തെ മഹത്വത്തിനായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. പാപവഴികൾ ഉപേക്ഷിച്ച് പരിപൂർണമായ അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങാൻ കർത്താവ് നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ കുമ്പസാരത്തിലൂടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്ന് വിശുദ്ധിയിൽ വളരാനും നമുക്ക് പരിശ്രമിക്കാം. ലൗകികമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് സ്വർഗീയമായ ലക്ഷ്യങ്ങൾക്കായി നമുക്ക് അധ്വാനിക്കാം. വിശുദ്ധമായ ജീവിതശൈലി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രകാശമായ ലോകത്ത് ശോഭിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ഈ വചന ചിന്തകൾക്ക് ശേഷം ഈ അധ്യായങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തീർച്ചയായും സഹായിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.